ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി സത്യം തെളിയിക്കാനായി രേവതിയുടെ മുമ്പിൽ പെടാപ്പാട് പെടുകയാണ്. രേവതി പറയാ, മിണ്ടിപ്പോകരുത്, നിങ്ങൾ പറയുന്ന ഈ ഒരു പച്ചക്കള്ളം സത്യമാണെന്ന് അറിയിക്കാൻ വേണ്ടി, സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരോ പച്ചക്കള്ളം വിളിച്ച് പറയുന്ന ഇതുണ്ടല്ലോ, നിർത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയുടെ നേരെ കൈ ചൂണ്ടി നിൽക്കുകയാണ് കേട്ടോ. സച്ചി ആകെ തകർന്നു നിൽക്കുന്നു. രേവതി ഇങ്ങനെ കൈ ചൂണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അത്രമാത്രം സങ്കടം നമ്മുടെ രേവതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സച്ചിയുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നത്. അപ്പൊ തന്നെ സച്ചിക്ക് മനസ്സിലായി. സച്ചി അവിടെ എണീറ്റു. ഇനി രേവതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ സച്ചി പറഞ്ഞു, നീ ഇത്രയും നാളും എൻ്റെ കൂടെ ജീവിച്ചില്ലേ, എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. ഞാൻ പിന്നെ എന്നെങ്കിലും നിന്നോട് കള്ളം അത് തന്നെ, എന്നെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എൻ്റെ അനിയൻ്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചിട്ട് നിങ്ങൾ അന്ന് എന്നോട് കള്ളം പറഞ്ഞില്ല, അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ, സത്യം എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അത് കള്ളവല്ലേ? അത് പിന്നെ അതൊക്കെ വേറെ വിഷയ രേവതി, അതിനെക്കുറിച്ച് നീ സംസാരിക്കണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞത് കള്ളവല്ല. വേണ്ട, നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ വിശ്വസിച്ചിരുന്നു. നിങ്ങളെ അന്ധമായിട്ട് സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും വേണ്ടിയതൊക്കെ ഇപ്പൊ എനിക്ക് കിട്ടി. മതിയായി. എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട. ഒന്ന് പോയി തരുവോ? വേണ്ട, എൻ്റെ കൺമുമ്പിൽ കാണണ്ട. അപ്പം നിനക്ക് എന്നെ വിശ്വാസമില്ല രേവതി? ഇല്ല, വിശ്വാസമില്ല. ശരി, വിട്, ആയിക്കോട്ടെ. നീ എന്നെ വിശ്വസിക്കണ്ട. നിനക്കും അച്ഛനും വേണ്ട, ആരും എന്നെ വിശ്വസിക്കണ്ട. ഞാനിപ്പം എല്ലാവരുടെയും മുമ്പിൽ ഒരു കുടിയനാണല്ലോ. സാരമില്ല, ഞാനങ്ങ് സഹിച്ചു. എല്ലാവരുടെയും മുമ്പിൽ ഈ കുടിയനായിട്ട് തന്നെ ഞാൻ നിന്നോളാം. എൻ്റെ അച്ഛൻ വരെ എന്നെ അവിശ്വസിച്ചു, പിന്നെയല്ലേ നീ. സാരമില്ല, നീയും അച്ഛനും വിശ്വസിക്കാത്ത പക്ഷം ഈ ലോകത്തുള്ള ആരോട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. നാട് മുഴുവനും ഞാൻ മുഴുകുടിയനാണല്ലോ, മുഴുകുടിയൻ. എനിക്ക് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ നാട്ടുകാർ വിളിച്ചു പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ കേട്ടു. എനിക്കുള്ള ശിക്ഷ പക്ഷേ കിട്ടിക്കഴിഞ്ഞു രേവതി, കിട്ടി. ഇനി ഇതിൽ കൂടുതൽ ശിക്ഷ എനിക്ക് എന്ത് കിട്ടാനാ? പോലീസും കോടതിയും ഒന്നുമല്ല എന്നെ ശിക്ഷിച്ചത്, നീയും അച്ഛനും എന്നെ ശിക്ഷിച്ചത്. നീയും അച്ഛനും എനിക്കുള്ള ശിക്ഷ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോ പോലീസും കോടതിയും ശിക്ഷിച്ചാൽ എന്താ, ശിക്ഷിച്ചില്ലെങ്കിൽ എന്താ? ഞാൻ പറഞ്ഞത് കള്ളമാണല്ലേ? ആ വീഡിയോ ആണല്ലേ സത്യം. ഇപ്പം എന്നെ ആർക്കും വിശ്വാസമില്ല, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അച്ഛനും. ആയിക്കോട്ടെ, എന്നെ ആരും വിശ്വസിക്കണ്ട. ഈ സച്ചി മുഴുകുടിയൻ തന്നെയാ, മുഴുകുടിയൻ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നൊരു ജേടിച്ചട്ടി തട്ടി തീർപ്പിച്ചിട്ട് നമ്മുടെ സച്ചി ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ കൺട്രോള് മൊത്തം അങ്ങ് പോയി. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ രേവതി അയ്യോ പൊത്തോന്നും പറഞ്ഞ് കാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചി മഹേഷിനോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവരൊരു ഓരോ റെസ്റ്റോറന്റിൽ എവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്, ഇനി ബാറിലാണോ എന്തോ. സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അവിടെയാണോ എന്നും അറിയില്ലല്ലോ. അപ്പൊ ഏതായാലും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. എടാ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലടാ, ഞാൻ കുടിച്ചിട്ടില്ലടാ എന്നിങ്ങനെ ആവർത്തിച്ച് മഹേഷിനോടും വേറെ കൂട്ടുകാരോടും ഒക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട്, എനിക്കറിയില്ലടാ നിന്നെ, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ കുടിക്കില്ല എന്ന് എനിക്കറിയാം. നീ വല്ലപ്പോഴും മാത്രമല്ലേ ഇപ്പൊ കുടിക്കാറുള്ളൂ. പകല് കുടിച്ചിട്ട് ആണെങ്കിൽ നീ വണ്ടി ഓടിക്കാറുമില്ല. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലല്ലോടാ. നീ ഒരിക്കൽ മാത്രമേ പകല് കുടിച്ചിട്ടുള്ളൂ. അതെന്നാന്ന് എനിക്കറിയാം. ശരത്തുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ. പിന്നെ അന്ന് കുടിച്ചത് കൊണ്ട് നീ വണ്ടി എടുത്തോ? അതുമില്ല. ഈ നിമിഷം വരെ നീ കുടിച്ച് കാർ ഓടിച്ചിട്ടില്ല, അത് ഞങ്ങൾക്കറിയാം. അപ്പോഴത്തേക്ക് വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഞങ്ങൾ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ നീ വഴക്ക് പറയും. നിന്നെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. കഷ്ടം തന്നെ, കേൾക്കുമ്പോൾ സത്യമായിട്ടും ഞങ്ങൾക്ക് വരെ സങ്കടം തോന്നുവാടാ. അപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾക്കൊക്കെ മനസ്സിലായി, പക്ഷെ വീട്ടിലാരും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലടാ. മറ്റുള്ളവരെ വിട്, പോട്ടെ, സാരമില്ല. എൻ്റെ അച്ഛനും രേവതിയും പോലും എന്നെ വിശ്വസിക്കുന്നില്ല, എന്നെ തള്ളി പറയുക. അവര് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തോടു കൂടിയാടാ ഞാൻ വീട്ടിലേക്ക് ചെന്നത്. അച്ഛൻ എന്നെ നോക്കിയ നോട്ടം ഉണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല. ഞാൻ ദഹിച്ചു പോയി. അച്ഛനെ അടിക്കാനായിട്ട്, അത് ആദ്യമായിട്ട് അടിക്കാനായിട്ട് കൈ ഓങ്ങി.
ഓ, സഹിക്കാൻ പറ്റുന്നില്ല. ഓർക്കുമ്പം എന്റെ ചങ്കു പൊട്ടിപ്പോവുക. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ? അത് പിന്നെ എടാ, വീഡിയോ കണ്ട ആ ഒരു വിഷമത്തിലായിരിക്കും, തെറ്റിദ്ധാരണയാണല്ലോ, അതൊന്നും നീ മനസ്സിൽ വെക്കാതെ. അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും നീ കുടിച്ചിട്ടാ വണ്ടി ഓടിച്ചതെന്ന്. അത് പിന്നെ ഞാന് രേവതിയോടും കരഞ്ഞു പറഞ്ഞടാ. എന്നിട്ടും അവൾക്കും വിശ്വാസമില്ല. അവളും എന്നെ അവിശ്വസിച്ചിട്ടിരിക്കുക. എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത്? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? എല്ലാവർക്കും മുമ്പ് അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവള് വീട്ടിലിരുന്ന് കരയുക. അതുപോലെ അവളെ അമ്മയും പൗഡർ കടത്തിയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കളിയാക്കുക, കല്ലെറിയുക. അതുപോലെ തന്നെ എന്നെയും ആ ഏറ് തടഞ്ഞു നിർത്താൻ വേണ്ടി എൻ്റെ മുന്നിലും പിന്നിലും എൻ്റെ അച്ഛനും ഭാര്യയും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷെ അതും പോയടാ, കയ്യിൽ നിന്ന് പോയടാ. അവർക്കും എന്നെ വിശ്വാസമില്ല. ഇപ്പം ഈ സച്ചി ഒറ്റയ്ക്കായി. എൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാടാ. എന്തിനാടാ എന്നോട് എല്ലാവരും ഇങ്ങനെ? എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന് തോന്നുക. നാട് വിട്ട് പോയാലോന്നാ ഓർക്കുന്നത്. എന്റെ പൊന്നു സച്ചി, നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. ആ വീഡിയോ കണ്ട ആരും വിശ്വസിച്ച് പോകും. അത് ആരാ എടുത്തതെന്നറിയില്ലല്ലോ. അത് ആരെടുത്തതാണെങ്കിലും അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കി വെച്ചിരിക്കുന്നതാ. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇത് തന്നെയല്ലേ ജോലി. മനുഷ്യത്വം ഇല്ലാത്തവന്മാരോ ഇപ്പം ഉള്ളു ഇത്രയും വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അത് അത് ആരാന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഇതൊക്കെ ഈ അല്പായുസ് മാത്രമേ ഉള്ളൂ. വേറൊരു വീഡിയോ കയറി വരുമ്പം ഈ വീഡിയോ മറക്കും. എടാ സച്ചി, ഈ കാറ് പിടിച്ചെടുക്കുമ്പം നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചില്ലേടാ? പരിശോധിക്കാൻ എന്ത് പരിശോധിക്കാന്? അത് പിന്നെ കുടിച്ചെന്നുള്ള വീഡിയോ കണ്ടിട്ട് പോലീസ് വണ്ടി കൊണ്ടുപോയി. അത് ശരിയല്ലല്ലോ. നിയമത്തിന്റെ വഴിക്ക് വിട്ടിട്ട് കാര്യമില്ല. അല്ല, ഇത് അവരുടെ കയ്യിലെ കൂടെ തെറ്റാ. ഇതില് ഏതായാലും അവന്മാര് പോലീസുകാരൊന്ന് ചെയ്തു നോക്കേണ്ടതായിരുന്നു. ഇപ്പൊ പല ടെക്നോളജികളുണ്ടല്ലോ, അതനുസരിച്ച് നിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കത്തില്ലായിരുന്നോ? മെഷീൻ ഉണ്ടല്ലോ. അതിന് ഞാൻ ആവുന്ന തരത്തിൽ അവന്മാരോട് പറഞ്ഞതാ. പക്ഷെ പോലീസുകാർ കേൾക്കണ്ടേ? അവര് സമ്മതിക്കുന്നില്ല. അവർ ആ വീഡിയോ തെളിവായിട്ട് എടുത്തിരിക്കുക. ഏതായാലും സച്ചി, നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ നീ ഇവിടെ തൽക്കാലം ഞങ്ങളുടെ കൂടെ നിൽക്ക്. നീ ഇനിയിപ്പം വീട്ടിൽ പോകണ്ട, നാളെ പോകാം. ഇനിയിപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നമായാലോ എന്ന്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്റണിയാണ് കേട്ടോ. അപ്പൊ ആന്റണിയാണ് ഇതെല്ലാം ചെയ്തു വെച്ച് ഇതെല്ലാം കാട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സമയം നമ്മുടെ രേവതി ഇങ്ങനെ റോഡിലൂടെ വരുമ്പം ആന്റണി പെട്ടെന്ന് രേവതിനെ കണ്ടുട്ടോ. രേവതിനെ കളിയാക്കാൻ കിട്ടിയ സമയമല്ലേ, അവസരമല്ലേ. നമ്മുടെ ആന്റണി പാഴാക്കുവോ? ആന്റണി ഇങ്ങ് വന്നില്ലേ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങ് നമ്മുടെ രേവതിനെ അങ്ങ് എന്താ പറയാ, കളിയാക്കി അങ്ങ് കൊല്ലാണ്. ആരിത്? രേവതി ചേച്ചിയോ? ചേച്ചി എന്താ ഇവിടെ? ഓ, പൂവിക്കാൻ വന്നതായിരിക്കും അല്ലേ? അല്ല, കടയൊക്കെ കോർപ്പറേഷൻകാരെടുത്തോണ്ട് പോയല്ലേ? ഇപ്പം സ്കൂട്ടറിലാണല്ലേ വിൽപ്പന? അത് മാത്രമല്ലല്ലോ, ഞാനൊരു കാര്യം കേട്ടു. ശരിയാണോ? അല്ല, ഈ രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ്, അതും നല്ല നല്ല തങ്കക്കട്ടി പോലത്തെ ഹസ്ബൻഡ്, ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഹസ്ബൻഡ്. ആ ഹസ്ബൻഡ് കുടിക്കാത്ത ഹസ്ബൻഡ്. ആ ഹസ്ബൻഡിന് വണ്ടി പോലീസ് പിടിച്ചെന്നോ ഒരു വീഡിയോ വൈറലായെന്നോ എന്നൊക്കെയോ ഞാൻ കേട്ടു. അല്ല, കഴിഞ്ഞ ദിവസം രേവതി ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ഭർത്താവ് കുടിക്കില്ല, എൻ്റെ ഭർത്താവ് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കില്ല, എൻ്റെ ഭർത്താവ് ആരോ ആണ്, എന്തോ ആണ്. എന്നിട്ടിപ്പോ എന്തായി? എന്നിട്ടിപ്പോ നാട്ടുകാരുടെയൊക്കെ മുമ്പിലേ എല്ലാം കണ്ടു. ഇപ്പം ഈ ആന്റണി അല്ല കൊള്ളില്ലാത്തവൻ. ഈ രേവതി ചേച്ചിയുടെ നാമം കൊണ്ട് ആന്റണി കൊള്ളില്ലാത്തവനാണ്, കുടിയനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നിട്ടിപ്പം ഈ ആന്റണി അല്ലല്ലോ നാട്ടുകാരുടെ മുമ്പിൽ വൃത്തികെട്ടവനും കുടിയനും ഒക്കെ ആയത്. ആരാ ആയത്? അല്ല, രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പില് കുടിയനും അതുപോലെ തന്നെ വൃത്തികെട്ടവനും ഒക്കെ ആയത്. എന്തായിരുന്നു? അതെ, പറയുമ്പോ ഉണ്ടല്ലോ കുറച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് നാട്ടുകാരൊക്കെ കൂടെ എടുത്തിപ്പം സച്ചിയേട്ടനെ തലയിൽ വെച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പം ലൈസൻസ് കട്ടാക്കുന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. എന്തെങ്കിലും ആട്ടെ, എങ്കിലും ഇത്രയും തള്ളണ്ടായിരുന്നു കേട്ടോ. സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുമ്പം മിനിമം സത്യാവസ്ഥ എങ്കിലും ഒന്ന് പറയണ്ടായിരുന്നോ? ആയിക്കോട്ടെ, സ്വന്തം ഭർത്താവ് എന്ത് ചെയ്താലും പ്രശ്നമില്ല. ഇനി ഏതായാലും എന്നെ ഉപദേശിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല. അനിയനെ ഉപദേശിക്കാനും ഇനി പറ്റില്ലല്ലോ. ഇനിയിപ്പൊ അനിയനെ എങ്ങനെ ഉപദേശിക്കാനാ എന്നൊക്കെ പറഞ്ഞു ആന്റണി അതും ഇതുമൊക്കെ ഇങ്ങനെ പറഞ്ഞു. രേവതിക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? അവിടെ ഇട്ട് കളിയാക്കി തൊലി ഉരിച്ചിട്ടാണ് ആന്റണി പോകുന്നത്. രേവതി അത്രയ്ക്ക് മാത്രം ആന്റണിയുടെ മുമ്പിൽ അങ്ങോട്ട് എന്താ പറയാ, അപമാനിതയായിട്ടോ. കാരണം അതുപോലെ ആന്റണി ഓരോന്ന് പറഞ്ഞു.
ഈ സമയം പിന്നെ കാണിക്കുന്നത് പൂ കൊടുക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു ചേച്ചി പറഞ്ഞു, ആ ഞാൻ സച്ചിയുടെ കാര്യം അറിഞ്ഞായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം വിഷമം തോന്നിപ്പോയി. അവന് കുടിക്കുന്ന ശീലം ഉണ്ടെന്നറിയാം, എന്നാൽ ഏത് നേരവും കുടിക്കുന്നവരാണെന്നേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവന് കുറച്ച് സത്യവും സത്യസന്ധതയൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പട്ടാ പകൽ കുടിച്ചു വണ്ടി ഓടിച്ചു, എല്ലാവരും ഇത് അറിഞ്ഞില്ലേ, നാണക്കേടായില്ലേ. അത് പിന്നെ സച്ചേട്ടൻ പകല് കുടിച്ച് വണ്ടി ഓടിക്കാറില്ലായിരുന്നു. ഇതിപ്പോ എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. അല്ല, എത്ര പേരെ കുടിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ വന്നത് സച്ചിനെ കുറിച്ച് മാത്രമാണ്. ഇനി അവൻ ഓടിക്കുന്ന കാറില് ഭയന്ന് ആരെങ്കിലും കയറുവോ? കയറാൻ ചാൻസ് ഇല്ല. അല്ല, ഇനിയിപ്പം അവന് കാർ ഓടിക്കാൻ പറ്റുമോ? ലൈസൻസ് റദ്ദാക്കില്ലേ രേവതി? നിനക്ക് അവനോട് കുടിക്കരുതെന്ന് പറയത്തില്ലേ? നീ പറഞ്ഞാല് അവൻ കേക്കില്ലേ? ഞാൻ പറയാറുണ്ട്, കുറച്ചായിട്ട് കുടിക്കാറുമില്ല, ഇപ്പം വീണ്ടും തുടങ്ങിയതാ. ചിലരങ്ങനെയാന്നേ, ആർക്കോ വേണ്ടി കുറച്ച് നാള് കുടിക്കില്ല, എന്നിട്ട് പിന്നെ വീണ്ടും തുടങ്ങിയ പിന്നെ നിർത്തത്തുമില്ല. അതങ്ങനെ തന്നെയാ. ഇപ്പൊ എല്ലാവരുടെയും മുമ്പില് നാണം കെട്ടത് രേവതി നീയല്ലേ. ആ, കെട്ടിയോൻ കുടിച്ചു നടന്നാലേ ഭാര്യ ശരിയല്ലാത്തത് കൊണ്ടാന്ന് നാട്ടുകാർ പറയത്തുള്ളൂ. ആ, അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ലല്ലോ ചേച്ചി. നാട്ടുകാരൊക്കെ എന്നെ നോക്കി ചിരിക്കുക. ശരിയാ നിങ്ങളൊക്കെ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഇതങ്ങനെ വിട്ടാ പറ്റൂ രേവതി? ഇതങ്ങനെ വിടാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ രേവതി. അവനിങ്ങനെ കുടിച്ചു നടന്നാലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതേ നിന്റെ ജീവിതത്തെ അല്ലേ. നിന്റെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയാനുള്ളതാണോ? അതുമല്ല, ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവ്. രാവുന്നില്ല പകലുന്നില്ല, കൂടി 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 തന്നെ. എൻ്റെ സങ്കടം കണ്ട് വീടിനടുത്തുള്ള ഒരു വൈദ്യനെ എനിക്കൊരു മരുന്ന് തന്നു. ആ മരുന്ന് ഞാൻ ജ്യൂസിലോ മറ്റിലോ കണ്ട കലർത്തി കൊടുത്തത്. അദ്ദേഹത്തിന് അത് കൊടുത്തതും അദ്ദേഹം കൂടി നിർത്തി. ഇപ്പം ദേ ഒരു തുള്ളി മരുന്ന്, അല്ല, ഒരു തുള്ളി മദ്യം കുടിക്കില്ല. പിന്നെ ഇവര് ഇത് മരുന്നാന്നും പറഞ്ഞ് കലക്കി കൊടുത്താലേ കുടിക്കത്തുമില്ല. ഞാൻ ജ്യൂസിനകത്ത് മരുന്നാന്നും പറഞ്ഞൊന്നും അല്ല കൊടുത്തത്. വെറുതെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുറച്ച് മധുരമൊക്കെ കൂട്ടിയിട്ടങ്ങ് കൊടുത്തു. അതിന്റെ കൂടെ ഈ പൊടിയും കലർത്തി. ഏതായാലും അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അത് കുടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ മദ്യം കൈ കൊണ്ട് തൊട്ടിട്ടില്ല. മദ്യം കാണുമ്പോ തന്നെ എന്തോ ഛർദ്ദിക്കാൻ വരുന്നെന്നോ ഓക്കാനും വരുന്നെന്നോ എന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് രേവതി, നീ ഒരു കാര്യം ചെയ്യേ, ഞാന് അദ്ദേഹത്തിന്റെ നമ്പർ തരാം. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് നീ അവിടെ പോയി ആ ഒരു പൊടി കിട്ടുമെങ്കിൽ അത് മേടിച്ച് നിന്റെ ഭർത്താവിനൊന്ന് കൊടുക്ക്. ചിലപ്പം നേരെയാകും. ഇത് കേട്ടത് നമ്മുടെ രേവതിക്കും ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ്, മനസ്സിൽ എന്തൊക്കെ ഒരു പ്രതീക്ഷ തോന്നുകയാണ്. അങ്ങനെ രേവതി ആ വൈദ്യന്റെ നമ്പർ ആ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് മേടിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതി അവിടെ പോയി മരുന്നൊക്കെ മേടിച്ചു കേട്ടോ. മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ട് പൈനാപ്പിൾ ചെത്തി അതിനകത്താണ് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഇന്നലെ ഞാൻ ഓറഞ്ച് എന്നായിരുന്നു പറഞ്ഞത്, ഒരു ചെറിയ തെറ്റും തിരുത്തും ഒക്കെ ഉണ്ട്. പൈനാപ്പിൾ ആണ്. അപ്പൊ പൈനാപ്പിളിനകത്ത് ഇങ്ങനെ കലർത്തി കൊടുക്കുകയാണ്. പൈനാപ്പിൾ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി ക്ലീൻ ആക്കിയൊക്കെ ഇങ്ങനെ വെച്ചു കേട്ടോ. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പൊ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്ന് ക്ലീൻ ആക്കി വെച്ചതല്ല, ജ്യൂസ് അടിച്ച് തന്നെ വെച്ചു. എന്നിട്ട് പൊടിയൊക്കെ ഇട്ട് വെച്ചു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി അടുത്ത് ചെന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, മോളെ, ഞങ്ങളുടെ യൂണിയൻ ഓഫീസിലെ ഒരാളുടെ മോളുടെ വിവാഹമാണ്. അപ്പം അവിടത്തേക്ക് വേണ്ടിയിട്ട് 2 പൂമാല, ഒരു 10 മുഴം മുല്ലപ്പൂവും വേണം. അപ്പൊ അതിന്റെ പൈസ നാളെ രാവിലെ എല്ലാം റെഡിയാക്കണം എന്ന് പറഞ്ഞപ്പോ ആ ശരി അച്ഛാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അല്ല, എനിക്ക് കമ്മീഷനൊന്നും ഇല്ലേ? അയ്യോ, ഈ പൈസ മുഴുവൻ അച്ഛനെടുത്ത്, ഈ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ, ഹേയ്, അങ്ങനെയൊന്നും അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. മോളേതായാലും ഈ ഒരു ഇവിടുത്തെ കട അവസാനിപ്പിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കോർപ്പറേഷൻകാർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്നല്ലേ ഓർത്തത്. എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിച്ചത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മോള് ഇപ്പം ദേ സച്ചി ഇട്ട് തന്നെ ആ ഒരു മൊബൈൽ പൂക്കടയും കൊണ്ട് പൂക്കളൊക്കെ നടന്ന് വിൽക്കുന്നു. നേരത്തെക്കാൾ കൂടുതൽ കച്ചവടം ഉണ്ട് മോക്കിപ്പം. ഈ ഒരു വണ്ടിയല്ല, ഇനി ഈ വീട്ടുമുറ്റത്ത് നിറയെ രേവതിയുടെ പൂ വിൽക്കാൻ പോകുന്ന വണ്ടി, സ്കൂട്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കണം. അങ്ങനെ ഒരു വലിയൊരു സംരംഭമായിട്ട് മാറണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ല സച്ചി എന്ത് ചെയ്യുന്നു ചോദിച്ചു. സച്ചേട്ടൻ അകത്തുണ്ട്, അച്ഛൻ മിണ്ടാത്തോണ്ട് ഭയങ്കര വിഷമാന്ന് പറഞ്ഞപ്പം, സാരമില്ല, കുറച്ച് വിഷമിക്കട്ടെ, അത് തന്നെയാ നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ സച്ചി ഇത് കേൾക്കുന്നുണ്ടേ. സച്ചിക്ക് എന്തോ പോലെ. സച്ചി അപ്പം എന്തോ അകത്തേക്ക് തന്നെ കയറിപ്പോയി. ഇത് കേട്ടിട്ട് അകത്തേക്ക് തന്നെ കയറിപ്പോയി. ഇനിയിപ്പം മിണ്ടുവായിരിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ രവീന്ദ്രൻ സച്ചിനെ കണ്ടിട്ട് മിണ്ടിയില്ല, മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇതിനിടയ്ക്ക് എന്ത് ചെയ്തു, നേരെ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇവളെ കാണുന്നില്ല, ഇവള് ഇതെവിടെ പോയി കിടക്കുക, പൂക്കട എന്നും പറഞ്ഞ് കാറിക്കൊണ്ട് നടന്നു. അത് നിന്ന് കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടുന്ന ഓർത്തത് ഞാൻ. ഇപ്പം വീണ്ടും മൊബൈൽ പൂക്കട തുടങ്ങിയേക്കല്ലേ. എന്നിട്ട് ഇപ്പൊ അവൾക്ക് വീട്ടിൽ ഇരിക്കാനും നേരമില്ല. അവള് തെണ്ടി നടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുക്കള കയറി പുറുപുറാന്ന് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പൈനാപ്പിൾ ജ്യൂസ് ഇരിക്കുക.
ഇതെന്താ ഇവിടെ പൈനാപ്പിൾ ഒക്കെ ഇരിക്കുന്നത്? ആഹാ, ജ്യൂസ് അടിച്ചും വെച്ചിട്ടുണ്ടല്ലോ. ഓഹോ, പുന്നാര കെട്ടിയവന് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും ആ മുഴു കുടിയന്. കുടിപ്പിക്കാടാ, നിന്നെ ഞാൻ ജ്യൂസ് കുടിപ്പിക്കാടാ. അവൾ അങ്ങനെ സുഖിപ്പിക്കണ്ട അവളുടെ കെട്ടിയോനെ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ആ ജ്യൂസ് എടുത്ത് നമ്മുടെ ചന്ദ്ര കുടിക്കുകയാണ്. പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ലൂസ് മോഷൻ ലൂസ് മോഷനും ഛർദിയും എല്ലാം കൂടെ ഒരുമിച്ച് കയറി പിടിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ, കുടിക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ബാക്കി കഥ ഞാൻ ഇന്നലെ ഇച്ചിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് അവിടെ വരെ എത്തിയിട്ടില്ല. അപ്പം ഇന്നലത്തെ പ്രമോ കണ്ടവർക്കറിയാം, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറ്റിയായിരുന്നു ഞാൻ പറഞ്ഞത്. ഏതായാലും ഇന്ന് അവിടെ വരെ എത്തിയിട്ടില്ല കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടെ നമ്മൾ ഇനിയിപ്പം നയനയുടെയും ആദർശിന്റെയും കഥ ഇടാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും വന്ന് കാണണേ. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.